ദാവൂദിനെ രൂപപ്പെടുത്തുന്നതിൽ ഈ കുറ്റ്യാടി നാദാപുരം മേഖലയിലെ ഒരു സംഘർഷങ്ങളുടെ ഒരു നിരന്തര ചരിത്രമുണ്ടല്ലോ, അതിനെത്ര പങ്കുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർമ്മകൾ എന്താണ്? സംഘർഷങ്ങൾ നമ്മൾ ചെറുപ്പത്തിലേ കാണുന്നുണ്ട്. സംഘർഷങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 87 ഏറ്റവും ദീർഘമായ പിന്നെ ദീർഘനാളുകൾ ഈ കുഴപ്പം നിലനിന്നൊരു കാലമാണ്. 87 ഒക്ടോബർ, നവംബർ ആ കാലം. വാരിയം കണ്ടി കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറഞ്ഞിട്ട്, വാരിയം കുന്നത്തല്ല, വാരിയം കണ്ടി കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊല്ലപ്പെടുന്നത്, മുസ്ലിം ലീഗ് പ്രവർത്തകൻ. എൻ്റെ ഒരു അകന്ന ബന്ധു കൂടെയാണ്, എൻ്റെ ഉമ്മ വഴിക്കുള്ള ഒരു അകന്ന ബന്ധു കൂടെയാണ്. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണത്. അപ്പോൾ ഏതാണ്ടൊരു ഒരു മാസത്തിലേറെ സ്കൂളിൽ പോകാതായിട്ടുണ്ട് ആ സമയത്ത്. കാരണം സ്കൂളുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. കൈൻഡ് ഓഫ് കേർഫ്യൂ നിലവിലുണ്ട്, ആളുകൾ പുറത്തിറങ്ങുന്നില്ല. മൊത്തം അതിൽ 14ഓളം ആളുകൾ 2-2.5 മാസം നീണ്ടു നിൽക്കുന്ന ആ സംഘർഷത്തിൽ ഒരു ഡസനിലേറെ ആളുകൾ കൊല്ലപ്പെട്ടതാണ് എൻ്റെ ഓർമ്മ. 14 പേരെന്നാണ് എൻ്റെ കൃത്യം കണക്കല്ല, പിന്നെ ഇരുപക്ഷത്തുനിന്നായിട്ട്. അപ്പം അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ സംഘർഷത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഓർമ്മയിലുള്ള ഒരു സംഗതി അതാണ്. അന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ ദിവസങ്ങളോളം കഴിയുന്നത്. പത്രം വരാൻ വേണ്ടി, പത്രമാണല്ലോ അന്നത്തെ സോഴ്സ് എന്ന് പറയുന്നത്. ഈ മൊബൈൽ അല്ലെങ്കിൽ വാട്സപ്പ് സംഗതികളൊന്നുമില്ല. വീട്ടിൽ ടി വി ഇല്ല. വീട്ടിൽ ടി വി ഇല്ല, ടി വി തന്നെ അത്രയും പോപ്പുലർ അല്ല. അപ്പോൾ രാവിലെ പത്രം എൻ്റെ വീട്ടിൽ പത്രം വരുമായിരുന്നു. അപ്പോൾ വീട്ടിൽ പത്രം, എൻ്റെ അതിലെ ഒരു സ്ട്രൈക്കിംഗ് മെമ്മറി അതാണ്. വീട്ടിൽ പത്രം എത്തുന്ന സമയമാകുമ്പോഴേക്കും വീട്ടുമുറ്റത്ത് നിറയെ ആളുകളുണ്ടാവും ഈ ഒരു പത്രം വായിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നടന്നിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരെങ്കിലും ഉറക്കെ പത്രം വായിക്കും. അത് സംഗതി ഡിസ്കസ് ചെയ്യാം. അതാണ് ആ നിലയ്ക്കുള്ളൊരു സ്ട്രൈക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ പലരും പല സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് അവർ വീട് വിട്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ പിറകിലുള്ള വാഴത്തോട്ടത്തിൽ പാവരിച്ച് കിടന്നൊക്കെ ഓർമ്മയുണ്ട്. ഇതിൻ്റെ ഒരു കാരണമായിട്ട് അപ്പോൾ അവിടുത്തെ ഒരു നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു കാരണമായിട്ട് ദാവൂദിന് മനസ്സിലായി. അത് ആ പ്രദേശത്തിൻ്റെ മൊത്തം നാദാപുരം മേഖലയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗും CPM ആണ് പ്രധാന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. കോൺഗ്രസ്, BJP എന്നൊക്കെ പറയുന്നത് ചെറിയ ഫോഴ്സാണ്. CPI ആണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞാൽ ഞാൻ പക്ഷേ ജീവനോടെ ഒരു CPI-കാരനെ കണ്ടിട്ടില്ല. ഞാനങ്ങനെ കളിയാക്കില്ല കേട്ടോ. ഒരു ഫാക്ട്, അവിടെ CPI-ക്കാർ അത്ര വലിയൊരു സാധ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ CPM എന്ന് പറയുന്നത് പിന്നെ അത് പ്രധാനമായും തീയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതിൽ അണിനിരന്നിരിക്കുന്നത്. പിന്നെ മുസ്ലിം ലീഗ് അങ്ങനെയുള്ള. അപ്പോൾ വളരെ പെട്ടെന്ന് ഇതൊരു തീയ മുസ്ലിം സംഘർഷം എന്നുള്ള നിലയിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നാദാപുരം സംഘർഷം